നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPIM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രകൃതി ഗ്രാമത്തിനു സമീപം കാർഖാനയിലേക്ക് മറിഞ്ഞു. കൊല്ലൂരിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 8 നടപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് അംഗീകാരമായി. വാർത്തകൾ വിശദമായി. CPIM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരമായി വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയും ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെയുമാണ് CPIM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചത്. വാടാനപ്പള്ളി സെന്ററിൽ നിന്ന് ആരംഭിച്ച നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രകടനം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എതിരായ ശക്തമായ താക്കീതായി. തുടർന്ന് വാടാനപ്പള്ളി പോസ്റ്റ് ഓഫീസിൽ നിന്ന് നടന്ന പ്രതിഷേധ മാർച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശംബരൻ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KR സീത, TS മധുസൂദനൻ, KC പ്രസാദ്, സുരേഷ് മടത്തിൽ, VA ഷാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് 2014 മുതൽ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധങ്ങളായ രീതിയിൽ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും സ്ത്രീകളെയും കുട്ടികളെയും യുവജനങ്ങളെയും അടക്കമുള്ള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തെയും ദുരിതത്തിലാഴ്ത്തുന്ന അവരുടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു വരുന്നു എന്ന് നമുക്കറിയാം. വിവിധങ്ങളായ രീതിയിലാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ച ഏതെങ്കിലും വിഭാഗം കോർപ്പറേറ്റ് മാനേജ്മെന്റുകളല്ലാതെ മറ്റാരെങ്കിലും ഇന്ത്യ രാജ്യത്തുണ്ടോ? രാജ്യത്ത് ഏതെങ്കിലും വിഭാഗം രക്ഷപ്പെട്ടിട്ടുണ്ടോ? കോർപ്പറേറ്റുകളല്ലാതെ, വൻകിട മുതലാളിമാരല്ലാതെ. അപ്പൊ അത് തുടരുകയാണ്. അത് നയത്തിന്റെ പ്രശ്നമാണ്. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രകൃതി ഗ്രാമത്തിനു സമീപം കാർഖാനയിലേക്ക് മറിഞ്ഞു. കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊല്ലൂരിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. കൊല്ലൂർ വടക്കേ അങ്ങാടിയിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനിടെ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ആലത്തൂർ സ്വദേശി ചിതലി വെട്ടൂക്കാട്ട് വീട്ടിൽ 28 വയസ്സുള്ള പ്രജിത്താണ് മരിച്ചത്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 8 നടപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് അംഗീകാരമായി. ദേശീയപാത അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതി കടന്നുപോകുന്ന മേഖലയിൽ നാട്ടുകാർ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് പദ്ധതി അംഗീകാരത്തോടെ യാഥാർത്ഥ്യമാകുന്നത്. മണലംകുന്ന്, എടക്കഴിയൂർ, മണത്തല, പുക്കുളങ്ങര, നാട്ടിക സെന്റർ, വലപ്പാട് ഹൈസ്കൂൾ, കൊപ്രക്കളം, പള്ളിനട എന്നിവിടങ്ങളിലായാണ് 8 നടപ്പാലങ്ങൾ നിർമ്മിക്കുക. 12.9 കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുന്നത്. ദേശീയപാത വികസനത്തെ തുടർന്ന് കാൽനടയാത്രക്കാർ അനുഭവിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് ബന്ധപ്പെട്ട പദ്ധതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമിയേറ്റലുകൾ നടപടികൾ 1 മാസത്തിനകം പൂർത്തിയാകുന്നതോടെ നിർമ്മാണത്തിന് തുടക്കമാകുമെന്ന് ഗീതാഗോപി MLA അറിയിച്ചു. ഇതിനു മുന്നോടിയായി പദ്ധതിയുടെ വിശദമായ എസ്റ്റിമേറ്റിനും രൂപരേഖയ്ക്കും അന്തിമ അംഗീകാരവും ലഭ്യമാക്കും. നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വലിയൊരു തീരുമാനം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലപ്പാട് നമുക്കൊരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ലാൻഡ് അക്വിസിഷൻ നടപടികൾ
പൂർത്തീകരിച്ചു. ഫുട്ബോൾ പിച്ചാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് നാഷണൽ ലെവലിൽ അനുമതിയായിട്ടുണ്ട്. അതിൻ്റെ വർക്ക് സ്ഥലം അക്വയർ ചെയ്യുന്നതിൻ്റെ പുറകെ ആരംഭിക്കുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് റിഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി സ്നേഹലത, കൊടുങ്ങല്ലൂർ AO മൊയ്തീൻകുട്ടി, ബ്ലോക്ക് സെക്രട്ടറി കെ മധുരാജ്, ബഡ്സ് സ്കൂൾ അധ്യാപകൻ കെ എം സുമേഷ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. രമേശ് ബാബുവിനോട് എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരുപാട് കലാകാരന്മാരും ഇതിനിടയിൽ നമുക്കുണ്ടല്ലേ. നേരത്തെ ഇവിടെ വന്ന് പരിചയപ്പെട്ടു സുരേഷ് ഗോപിനെയൊക്കെ വളരെ മനോഹരമായിട്ട് അനുകരിക്കുന്ന ഒരു പയ്യന്, അതുപോലെ മനോഹരമായിട്ട് പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഈ സെന്റർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. തൃശൂരിൽ സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് മോഷ്ടിച്ചയാൾ പിടിയിൽ. തൃശൂർ നെഹ്റു പാർക്കിൽ നിന്നും 1 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണാഭരണവും 3500 രൂപയും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച കേസിൽ പ്രതിയായ കൊല്ലം മുണ്ടക്കൽ സ്വദേശിയായ രൂപൻ നിവാസി നാഗേന്ദ്രൻ എന്നയാളെയാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പാർലിക്കാട് വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ഇരുചക്രവാഹനങ്ങൾ മോഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാക്കളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പറവൂർ സ്വദേശികളായ കൊരണിപ്പറമ്പിൽ ജിതിൻ, ചെറുപറമ്പത്ത് വീട്ടിൽ ശരത് എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുധീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താനേരം തുടരുന്നു. വിയ്യൂർ ജയിലിലെ റിമാൻഡ് തടവുകാരന്റെ മരണം മർദ്ദന മൂലമെന്ന് ആരോപണം. പുലക്കാട്ടുകർ സ്വദേശി സുരേഷ് ബാബുവാണ് മരിച്ചത്. ജൂൺ 3 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് റിമാൻഡ് തടവുകാരനായ സുരേഷ് ബാബു മരിച്ചത്. പുലക്കാട്ടുകർ സ്വദേശിയായ 36 വയസ്സുള്ള സുരേഷ് ബാബുവിനെ മെയ് 17 തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് മൊബൈൽ ഫോണും പണവും കവർന്നു വന്ന കേസിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് മെയ് 18 സുരേഷ് ബാബുവിനെ റിമാൻഡ് ചെയ്തു. മെയ് 26 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ ബോധരഹിതനായ നിലയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ജൂൺ 3 അന്ത്യം. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം. സുരേഷ് ബാബുവിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന ഇന്ധന വില വർധനവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ അലി അധ്യക്ഷത വഹിച്ചു. KP രാജൻ, KK രമേശ് ബാബു, KK അബീദ് അലി, ഷീജ സാബു, ഷീല രാജ്, കമൽ, CK ഗിരിജ എന്നിവർ സംസാരിച്ചു. പേരക്കുട്ടിയെ തിരഞ്ഞെത്തിയ പോലീസ് അമ്മമ്മയെ മർദ്ദിച്ചതായി പരാതി. പോലീസ് അതിക്രമത്തിൽ മർദ്ദനമേറ്റ ഗുരുവായൂർ താമരൂർ രായമരക്കാർ വീട്ടിൽ ജമീലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ജമീലയുടെ മകൻ നൌഷജയുടെ മകൻ റിസ്വാലിനെ തിരഞ്ഞാണ് ഗുരുവായൂർ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയത്. അടിപിടി കേസിൽപ്പെട്ട റിസ്വാൻ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അത് വകവയ്ക്കാതെ വീടിനകത്ത് കയറി പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് റിസ്വാലിന്റെ മുറിയിൽ കയറിയ പോലീസ് അലമാര തുറന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തതിനാൽ പോലീസ് മർദ്ദിച്ചുവെന്നാണ് പരാതി. ഈ സമയത്ത് ജമീല തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്.
പിന്നീട് മക്കളെത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടെ പോലീസ് വീണ്ടും എത്തി. വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായി ഇവർ പറഞ്ഞു. പരിക്കേറ്റ ജമീലയെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പിന്നീട് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകുമെന്ന് മകൻ നൌഷാദ് പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളിൽ നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ CMS സ്കൂളിൽ സന്ദർശിച്ചു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോൺസൺ ജോർജ് മന്ത്രിയെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. CMS ഹയർ സെക്കൻഡറി HM സജി സാമുവൽ, LP വിഭാഗം HM ബിന്ദു K ജോൺ, HSS പ്രിൻസിപ്പാൾ ജിന്നു S ജസ്റ്റിൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അധ്യാപകരോടും വിദ്യാർത്ഥികളോടുമൊപ്പം ഫോട്ടോ എടുത്താണ് മന്ത്രി മടങ്ങിയത്. കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, ബിൻസി അരുൺകുമാർ, BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ കനാൽ റോഡിലെ വീട്ടിൽ മോഷണം. ആമ്പല്ലൂർ നാട്യക്കാടൻ ജെറി ബിജുവിന്റെ വീട്ടിലെ AC തകർത്താണ് ചെമ്പുകമ്പികൾ മോഷ്ടിച്ചത്. ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റിനെ കമ്പിയാണ് മുറിച്ചെടുത്തത്. വീട്ടുകാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ ശാന്തിനഗർ മുല്ലക്കര വീട്ടിൽ മനീഷാണ് അറസ്റ്റിലായത്. കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. വടക്കാഞ്ചേരിയിൽ കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണ് മധ്യവയസ്കയ്ക്ക് പരിക്കേറ്റു. പരുത്തിപ്പറ ഉന്നതിയിൽ പാലക്കൊണ്ടി വീട്ടിൽ മിനിക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഇവരെ വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഓടുകൾ തകർന്ന് വീടിനുള്ളിൽ കിടക്കുകയായിരുന്ന മിനിയുടെ തലയിൽ വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂര ഭാഗികമായും തകർന്ന നിലയിലാണ്. വിവരമറിഞ്ഞ ഡിവിഷൻ കൗൺസിലർ റഷീദ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. തൃശൂരിൽ വിദ്യാർത്ഥിയുടെ വീട്ടിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. അവണിശ്ശേരി സ്വദേശിയുടെ വീട്ടിൽ നിന്ന് 13 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. സിറ്റി പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡാണ് കഞ്ചാവ് ചെടികൾ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രകൃതി ഗ്രാമത്തിനു സമീപം കാർഖാനയിലേക്ക് മാറി. കൊല്ലൂരിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 8 നടപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് അംഗീകാരമായി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.